21 മുതൽ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പുത്തൻവാദികളാണ്. അവർ യഥാർത്ഥ ഇസ്ലാമിനെയോ സിറാത്തുൽ മുസ്തഖീമിനെയോ പ്രതിനിധീകരിക്കുന്നവരല്ല. അപ്പോ നമ്മളെ ഹുസൈൻ സലഫി വന്നിട്ട് ചോദിക്കാണ്, എന്താപ്പ ഞങ്ങളെടുത്തുള്ള പുത്തൻവാദം? ഞങ്ങൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതാണോ? അങ്ങനെ പറഞ്ഞതാണ് നിങ്ങൾ പുത്തൻവാദികളാകാൻ കാരണം എന്ന് ഞങ്ങൾ പറയണമെങ്കിൽ അള്ളാഹു അല്ലാത്ത ഔലിയാക്കളോട് അള്ളാഹിനോട് നടത്തുന്ന പ്രാർത്ഥന നടത്താമെന്ന വാദം ഞങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. നിങ്ങൾക്കെതിരെ മറ്റേ മുജാഹിദ് പറയുന്നത് പോലെ ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ടാണ് ആ ചോദ്യം തന്നെ ഉള്ളത്. നിങ്ങൾ പഴച്ചവരാണ്, നിങ്ങൾ പുത്തൻവാദികളാണ്. ഞങ്ങൾ പുത്തൻവാദികളാണ്, സിറാത്തുൽ മുസ്തഖീം എന്ന് തെറ്റിയോലാണ്. ഞങ്ങൾ ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാണ് ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത്. സഹാബത്ത് അവരൊക്കെ നടന്ന വഴിയിലൂടെ അങ്ങനെ താവഴിയായിട്ട് ഇപ്പോ വടുവഞ്ചാലിലും വയനാട്ടിലും കേരളത്തിലൊക്കെ ഇപ്പൊ ഞങ്ങളാ റെഡി. അതാണ് കരളായിലും മമ്പാട്ടും അതുപോലെ പാലപ്പറ്റി. ബാക്കിയുള്ളവരൊക്കെ പഴച്ചോര്. എന്താ അവരുടെ പഴവ്? അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. അത് നിങ്ങളെ വക. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ പഴച്ചവരല്ല, അവർ ശരിയായ വിശ്വാസികളാണ്. പക്ഷെ നിങ്ങളെ കുറിച്ച് മറ്റേ മുജാഹിദ് പറയണത് ഇപ്പൊ നിങ്ങൾ ജിന്നോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാ. അത് ശരിയാണെങ്കിൽ നിങ്ങൾ പയച്ചീന്റെ കാരണം അതും കൂടി ഉണ്ട്. പക്ഷെ നിങ്ങൾ പയച്ചത് സിറാത്തുൽ മുസ്തഖീം എന്ന ഇബാദത്ത് പഠിക്കാതെ ഈ റഷീദുല്ല എന്ന യുക്തിവാദിയിൽ നിന്ന് ഇബാദത്തും ദുആയും പഠിച്ചതാണ്. റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കൂല, മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൂല. അങ്ങനെ ഒരു തർക്കവും പണക്കവും നമ്മൾ തമ്മിലില്ല. അള്ളാഹിനോട് നടത്തേണ്ട പ്രാർത്ഥന അവരോട് ആരോടും നടത്താമെന്ന് നമ്മൾ പറയണില്ല. അങ്ങനെ ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ 7 അയലത്ത് നിന്ന് പറയാനും പറ്റൂല. അതുകൊണ്ട് ഹുസൈൻ സലഫി അതുകൊണ്ടൊന്നും അല്ലട്ടോ നിങ്ങൾ പേച്ചോലായത്. എന്നിട്ട് ഹുസൈൻ സലഫി ചോദിക്കാണ്, എന്താപ്പ ഞങ്ങളെത്തുള്ള പുത്തൻവാദം? എന്തോ ഒരു നിഷ്കളങ്കൻ. അള്ളാഹിന്റെ റസൂലിനെയും മഹാത്മാക്കളെയും ഒക്കെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന മജ്ലിസുന്നൂറുകള്, സ്വലാത്ത് മജ്ലിസുകള്, ഇതൊക്കെ നടത്താത്തതാണോ ഞങ്ങൾ പുത്തൻവാദികളായതിന്റെ രേഖ? അതെ, നിങ്ങൾ പുത്തൻവാദി ആയതിന് അതൊക്കെ ഒരു കാരണമാണ്. പക്ഷെ മർമ്മ അതല്ല, അതിനേക്കാളും ഡേഞ്ചർ വേറെ ഉണ്ട്. എങ്കിൽ അതൊന്ന് പറ. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് പുത്തൻവാദം ഉള്ളത്? മജ്ലിസുന്നൂറും മഹ്ളറത്തുൽ ബദരിയൊക്കെ നടത്താത്തത് നിങ്ങളൊരു പുത്തൻവാദം തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഏറ്റവും അപകടം പിടിച്ച ബിദ്അത്ത് അവിടെ മാത്രമല്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും നിങ്ങൾക്ക് ബിദ്അത്ത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലങ്ങളിൽ ഒരുപാട് വാദം പൗരാണികരായ വഹാബി പുരോഹിതന്മാരെ അള്ളാഹ്ക്ക് അവയവമില്ലെന്ന് ഫതാവൽ മനാറിൽ പറഞ്ഞപ്പോ വക്കം മൗലവി അള്ളാഹു ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് എന്ന് പറയാൻ പാടില്ല എന്ന് 30കളിൽ എഴുതി വെച്ചപ്പോ 2000-ന്റെ ശേഷം അള്ള ഇരിക്കുകയാണ്. അള്ളാഹ്ക്ക് ഇടത് കൈ ഒരു കാലത്തുണ്ട്, പിന്നെ ഇടതും വലതും കൈയുണ്ട്. അള്ളാഹു തല ഇരിക്കുക എന്ന് പറയണോലും ഇരിക്കുക എന്ന് പറയാൻ പാടില്ല എന്ന് പറയണോലും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലുള്ള പുത്തൻവാദമാണ്. ഈ പുത്തൻവാദമാണ് ഹുസൈൻ സലഫി നിങ്ങളെ ഏറ്റവും ഡേഞ്ചറായ പുത്തൻവാദം. അത് തൗഹീദിലും അള്ളാഹുവിലും ഉണ്ടാക്കിയ നിങ്ങളുടെ നിർമ്മിതമായ വാദങ്ങളാണ്. ഇത് ഹുസൈൻ സലഫിക്കും നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഫൈസൽ മൗലവിക്ക് പണ്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോ മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അതൊക്കെ നമ്മൾ കോമാളിക്കളി കളിച്ചിട്ട് നുണ പറയാണ് എന്നാ ഒരു സ്ഥലത്ത് വന്ന് ഫൈസൽ മൗലവി മറുപടിയായി പറഞ്ഞത്. അല്ലാഹുവിന്റെ റാത്തിയായ സിഫാത്തുകൾ, ആ സിഫത്തുമായി ബന്ധപ്പെട്ട് ചില കോപ്രായങ്ങളാ മൂപ്പര് കാണിച്ചത്. മൂപ്പര് പറഞ്ഞ ഭാഗങ്ങൾ അതൊന്ന് കേൾക്കുക, ശേഷം ഞാൻ വിശദീകരിച്ചു തരാം. എന്താ മുജാഹിദുകളുടെ നിലപാടിനെ അദ്ദേഹം പറയട്ടെ. 50-ൽ പഠിച്ചവന് അവയവം തന്നെ ഇല്ല, 30-ൽ പഠിച്ചവന് അവയവമില്ല, 2000 മുതൽ പഠിച്ചവന് അവയവമുണ്ട്. ഉള്ളത് തന്നെ 2 കൈയും വലത്താണ്. 2004-ലും 2007-ലും വലത്തുണ്ടായിരുന്ന വഹാബി ദൈവത്തിന്റെ കയ്യ് സഹോദരന്മാരെ 2009 ആയപ്പോൾ അതാ ഇടത്തും വലത്തുമായി 2 എണ്ണമാകുന്നു. ഇതൊക്കെ ഹുസൈൻ സലഫി അറിയാത്ത പുത്തൻവാദാണ് വഹാബിസത്തിലെ. പുത്തൻവാദം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമിലുള്ള ആളുകൾക്ക് പരിചയമില്ലാത്തത് എന്ന് മാത്രല്ല, നിങ്ങളുടെ തന്നെ പൂർവികരായ വക്കം മൗലവിക്കും അമാനി മൗലവിക്കും ഒന്നും പരിചയമില്ലാത്ത പുതിയ വാദങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇത് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ നുണ പറയാണ് എന്നാ അന്ന് ഫൈസൽ മൗലവി പറഞ്ഞത്. ഇനി അതറ്റ ഫൈസൽ മൗലവി ജീവിതത്തിൽ പറയില്ല. കണ്ടോ, ഇതാണ് മൂപ്പരെ കണ്ടുപിടുത്തം. ഇത് എന്റെ കണ്ടുപിടുത്തല്ല, നിങ്ങൾ അൽമനാറൊക്കെ വായിച്ചപ്പോ ഞാൻ കണ്ടതാ. ഈ മുഴുവനും കളവാകുന്നു. ആ പറഞ്ഞതിൽ ഒരക്ഷരം കളവില്ല. കളവാണ് എന്ന് പറഞ്ഞു ഒന്ന് മൂപ്പര് തൊട്ടീമ മൂപ്പര് കുടുങ്ങി. ബാക്കി ഞാൻ ആ പറഞ്ഞിവലൊന്നും മൂപ്പര് പിന്നെ തൊട്ടിട്ടില്ല. ഇനി മൂപ്പര് അൽമനാർ എന്ന് പറയുകയുമില്ല.
സത്യം അതിലില്ല, ഒക്കെ സത്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിശ്വാസത്തിലാണ് വഹാബികൾക്ക് ഈ പുത്തൻവാദമുള്ളത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം വഹാബികളുടെ തന്നെ പൗരാണിക പുരോഹിതന്മാര് പറയാത്ത പുത്തൻവാദങ്ങൾ. ഫൈസൽ മൗലവി പറയാണ് അള്ളാഹു എവിടെയെങ്കിലും ഇരിക്കുക എന്ന് പറയാൻ പാടില്ല. അള്ളാഹു അർഷിലാണ്, പക്ഷെ അർഷുമ ഇരിക്കാണ്, ആകാശത്തിരിക്കാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് സഹോദരന്മാരെ ഫൈസൽ മൗലവി പ്രസംഗിക്കുന്നത്. അല്ല കസാലി ഇരിക്കണോ? അല്ല. അല്ല ആകാശത്ത് ഇരിക്കണോ? അല്ല. ആണ്. നിങ്ങൾ അൽമനാർ നോക്കിയാൽ അള്ള ഇരിക്കാണ്. നിങ്ങളെ ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് നിന്നുള്ള ബുക്ക് വായിച്ചാൽ അള്ള കസാലി കുത്തിരിക്കാണ്. അതൊക്കെ വഹാബിയുടെ പേര് പിന്നെ മൂപ്പര വക വെച്ചിട്ടാണ്. അല്ല, നിങ്ങൾ എഴുതി വിട്ടതാണ്. ഞാനത് ഉദ്ധരിക്കുകയാണ്, വെച്ച് കെട്ടുകയല്ല. ഉദാഹരണത്തിന് നോക്കിക്കോളൂ മുസ്ലിമീങ്ങളെ, ഇത് മറ്റൊരു അൽമനാറാണ്. 2012 വരെ 950 മുതൽ മുജാഹിദുകളുടെ ഒരു ബുക്കിലും അള്ളാനെ പറ്റി ഒരു വൈരുദ്ധ്യവും പിഴവും വന്നിട്ടില്ല എന്ന് പറഞ്ഞ മൗലവിയുടെ കൊല്ലിക്ക് പിടിച്ചിട്ട് ഒരു പിഴവ് നമ്മൾ ഛർദിപ്പിച്ചിട്ടുണ്ട്. ഇനി മൗലവി മിണ്ടിയാൽ അടുത്തതും മൗലവിക്ക് ഛർദിക്കേണ്ടി വരും. ഇത് അൽമനാറാണ്. ഈ അൽമനാറിൽ വഹാബികൾ എഴുതുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അർശാണ് ഏറ്റവും വലിയ സൃഷ്ടി. ആകാശത്തെ മുഴുവൻ അത് വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ ആകാശത്തിനു മീതെയുമാണ്, അതിന്മേലുമാണ് അള്ളാഹു ഉപവിഷ്ടനായിരിക്കുന്നത്. ഫൈസൽ മൗലവി അള്ളാഹു ഇരിക്കുകയല്ല എന്ന് നിങ്ങളിപ്പോ അങ്ങാടിയിൽ വന്ന് അലമുറയിടാൻ. എന്നാൽ നിങ്ങളുടെ അൽമനാറിൽ ഒരു പിഴവില്ല എന്നല്ലേ പറഞ്ഞത്? അൽമനാറിൽ അള്ളാഹു ഇരിക്കുകയാണ് എന്നാ നിങ്ങൾ എഴുതി വെച്ചത്. ഒന്നിലല്ല. അടുത്ത അൽമനാറ് കണ്ടോളൂ. ഇത് 2005 ഏപ്രിൽ അൽമനാറാണ്. ഈ അൽമനാറിൽ അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ഈ ആയത്ത് അർത്ഥം വെച്ചിട്ട് മൗലവി പറയണേ അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സിംഹാസനത്തിന്റെ അധികാരസ്ഥനായി എന്ന് അർത്ഥം വെക്കാം. പക്ഷെ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുകയാണ് എന്നത് വഹാബികളെ കരിഞ്ചന്തയാണ്. അത് ഹുസൈൻ സലഫിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പഠിച്ചോ ഹുസൈൻ മൗലവി. നിങ്ങളുടെ തൗഹീദിലെ പുത്തൻവാദമാണത്. അള്ളാഹു ആകാശത്ത് ഇരിക്കുക എന്ന് പറയാൻ പാടില്ല എന്ന് ഫൈസൽ മൗലവി പ്രസംഗിക്കുന്നു. ഈ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഉപവിഷ്ടൻ എന്ന് മാത്രമല്ല, വെളിയങ്കോട് ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്ത് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഫൈസൽ മൗലവി വിവരദോഷിയാണ്. ഫൈസൽ മൗലവിക്ക് അള്ളാനെ പറ്റി നല്ല വിവരക്കേടുണ്ട് എന്ന് പറയുന്നത് ആരാ? സാക്ഷാൽ ഉമർ മൗലവി. സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. ആരാണ് ആ പറഞ്ഞ ആളോ? ഒന്നും കൂടി കേട്ടോളി. ഫൈസൽ മൗലവി പറയാണ് ആകാശത്ത് ഇരിക്കാണോ? അല്ല. ഇരിക്കുക എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല എന്ന് ഫൈസൽ മൗലവി പറയുന്നു. ഒന്നും കൂടി കേട്ടോളി ഉമർ മൗലവി പറഞ്ഞ വിവരദോഷിയെ. അല്ല കസാലി ഇരിക്കണോ? അല്ല. അല്ല ആകാശത്ത് ഇരിക്കണോ? അല്ല. അതൊക്കെ വഹാബിയുടെ പേര് പിന്നെ മൂപ്പര വക വെച്ചിട്ടാണ്. അല്ല. വെളിയങ്കോട്ടം മൗലവി എഴുതണേ അല്ലാഹു തആല സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. അത് വിവരക്കേടാണ്. എന്തുകൊണ്ടെന്നാൽ ഇരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ അല്ല ഇരുന്നു എന്ന് പറയാണ്. ഫൈസൽ മൗലവി ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്നാ പറയുന്നത്. എന്നാൽ സിറാത്തുൽ മുസ്തഖീമിലായത്തിന് അള്ളാഹു പഠിപ്പിച്ച അർത്ഥം എന്താണ്? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അള്ളാഹു സിംഹാസനത്തിന്റെ അധികാരസ്ഥനായിക്കണ. അതാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലുള്ളത്. അള്ളാഹു ഇരുന്ന് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അതാണ് വക്കം മൗലവിയുടെ ബുക്കിലുള്ളത്. അള്ളാഹനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തുണ്ട് എന്ന് പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. എന്നാൽ സ്വന്തം പ്രസ്ഥാനത്തിന്റെ പൗരാണിക പുരോഹിതന്മാര് പോലും കേൾക്കാത്ത അറിയാത്ത പുത്തൻവാദമാണ് ഹുസൈൻ സലഫി. നിങ്ങളുടെ തൗഹീദിലും അള്ളാഹുവിലും ഉള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളെ പുത്തൻവാദികൾ എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ വേറൊരു തമാശ? അൽമനാറിൽ തന്നെ ഫൈസൽ മൗലവിയുടെ തലവെട്ടണം. ആര് പറയാ? അൽമനാറിലെ ലേഖകൻ. എന്താ കാരണം എന്നറിയങ്ങള് കേട്ടോളൂ. ഏതൊരുവൻ അള്ളാഹു അർഷിന്മേൽ ആരോഹിതനാണെന്നും ഏഴാനാകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാൻ. അപ്പൊ അള്ളാഹു തആല ആരോഹിതനാണ് എന്ന് പറഞ്ഞാൽ അള്ള സിംഹാസനത്തിൽ കയറി എന്ന് കൂട്ടിക്കോളി. അള്ള സിംഹാസനത്തിൽ ആരോഹിതനാണ് എന്ന് കൂട്ടി എന്ന് പറഞ്ഞാൽ അള്ള സിംഹാസനത്തിൽ കയറി എന്ന് കൂട്ടുക. അപ്പുറത്ത് അൽമനാറ് വെച്ചിട്ട് ഉപവിഷ്ടനായി എന്നുള്ളതും കൂട്ടുക. അപ്പൊ കയറി ഇരുന്നു എന്നായി. അപ്പൊ എന്തായി? ഇത് രണ്ടും പറഞ്ഞത് അൽമനാറുകാരാണ്. ഇത് വിശ്വസിക്കാത്ത ആളുകൾ ആരാണ്? കാഫിറാൻ. ഫൈസൽ മൗലവി 2012 വരെയുള്ള അൽമനാറിൽ ഒരു പിഴവില്ല എന്ന് പറഞ്ഞ മൗലവി ആ 2012 വരെയുള്ള
അൽമനാറിന്റെ കോപ്പി എടുത്ത് നിങ്ങൾ കാഫിറാണ് എന്ന് അൽമനാറിന്റെ വരികൾ വെച്ച് ഞങ്ങൾ സ്ഥാപിക്കും. മാത്രല്ല, എന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങള് ഓല് കാഫിറാൻ, അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ്, അള്ളാഹു അർശിൽ ആരോഹിതനാണ്, ഇത് വിശ്വസിക്കാത്ത ആള് കാഫിറാൻ. അതുകൊണ്ട് ഓൻ എന്താ ചെയ്യേണ്ട അറിയോ? പശ്ചാത്തപിക്കാൻ പറയണം. അതുകൊണ്ട് ഫൈസൽ മൗലവി സകല മുജാഹിദുകൾക്കും വേണ്ടി ഞങ്ങളോട് തൗബ ചെയ്ത് കാണ്ട് ഒറിജിനൽ മുജാഹിദുക്ക് പോയിട്ട് അള്ള സിംഹാസനത്തിൽ ഇരിക്കാന്ന് പറയണം. അല്ലെങ്കിൽ പിന്നെ തറവാട്ടിക്ക് തിരിച്ചു പോന്ന് ബാപ്പാന്റെ കബറുകൊന്ന് പോണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മൗലവിയോട് പറയാണ് പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അവന്റെ പിരടി വെട്ടപ്പെടണം. എങ്ങനെ? ഫൈസൽ മൗലവി അള്ളാ അർശിൽ ആരോഹിതനാണ്, ഉപവിഷ്ടനാണ് എന്ന് പറയാൻ പാടില്ല, ഇരിക്കാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന വാദക്കാരാണ്. അത്തരം വാദക്കാർ കാഫിറാണ്. അവരുടെ തലവെട്ടണം. തലവെട്ടിയാ പോരാ, പള്ളിത്തോട് കൊണ്ടുപോകരുത്. പിന്നെ എന്ത് ചെയ്യണം? റോട്ടും വെട്ടും ചെയ്യരുത്. റോട്ടും വെട്ടാപ്പെടുത്ത നല്ല ഹിന്ദുക്കൾക്കൊക്കെ ദുർഗന്ധം വരൂലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? മൗലവിമാർ എഴുതി വെക്കുകയാണ്, മുസ്ലിമീങ്ങൾക്കും ദിമ്മികൾക്കും ദുർഗന്ധം വരാതിരിക്കാൻ അവനെ അഴുക്കിലേക്ക് എറിയപ്പെടണം, ഓവാലത്തിന്റെ ഉള്ളിൽ കിടണം, അരിച്ചാൽക്ക് തള്ളണം. ആരെ? അൽമനാർ. 2012 വരെല്ല അൽമനാറിൽ ഒരു പേവില്ലാന്നോ? അള്ളാഹു അർശിൽ ഇരിക്കാന്ന് പറയരുത് എന്ന് പറഞ്ഞ ഫൈസൽ മൗലവി അത്തരം വിശ്വാസക്കാർ കാഫിറാണ്. അവരുടെ തലവെട്ടണം. പോരാ, ഓല പള്ളിത്തൊടുക്കും മയ്യത്തും കട്ടിലും കടത്തരുത്, അരിച്ചാൽക്കെറിയണമെന്നാണ് അൽമനാറിൽ എഴുതിയത്. ഇനിയോ സഹോദരങ്ങളെ, മൗലവിമാരുടെ പുത്തൻവാദം ഹുസൈൻ സലഫിക്ക് നമ്മൾ പള്ളർച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഫൈസൽ മൗലവി ഏതായാലും ഇനി ചോദ്യം ചോദിക്കൂല, എന്നാൽ ഹുസൈൻ സലഫിക്ക് ഇത് ചോദിക്കാൻ ധൈര്യമുണ്ടോ? ഇതൊക്കെ പറയുമ്പോ മൗലവി ചോദിക്കാണ്, ഏതുള്ളാന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. ഏത് വജ്ഹ് എന്നൊക്കെ ഖുർആനിലും ഹദീസിലുല്ലേ? ഉണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? സിറാത്തുൽ മുസ്തഖീമിൽ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഒന്നിരിക്കും അതിന്റെ അർത്ഥം അറിയില്ലാന്ന് കൂട്ടണം, അല്ലെങ്കിൽ അള്ളാഹിനോട് യോജിച്ച കോലത്തിൽ വ്യാഖ്യാനിക്കണം. അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ കൈ എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് അതെന്റെ കൈവശത്തിലാണ് എന്നൊരു ഭൂമിയെ കുറിച്ചോ കെട്ടിടത്തെ കുറിച്ചോ ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതെന്റെ കൈവശത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഉടമസ്ഥതയിലാണ്. ചിലപ്പോ ആധാരം കൂടി നമ്മളെ കയ്യിലുണ്ടാവില്ല, അത് വീട്ടിലും പെട്ടിയിലും എന്നാലും നമ്മൾ പറയാം ആ കെട്ടിടം എന്റെ കയ്യിലാണ്. അപ്പൊ അത് ആലങ്കാരികമാണ്. ഇതുപോലെ ഏതുള്ള എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമായി വ്യാഖ്യാനിക്കുകയോ അർത്ഥമറിയൂല എന്ന് പറയുകയോ വേണമെന്നാണ്. പക്ഷെ മൗലൈമാര് പറഞ്ഞു ഏത് എന്ന് പറഞ്ഞ കൈ തന്നെയാണ്. അതിനെന്താ തെളിവ്? അങ്ങനെ ആയത്തില്ലേ എന്നാണ്. എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിലില്ലേ? ഉണ്ട്. ഖുർആനിൽ മാത്രമല്ല ഹദീസിൽ വന്നിട്ടില്ലേ? ഉണ്ട്. അതൊന്നും നിങ്ങൾ വെച്ച കയ്യല്ല. മുജാഹിദ് പറഞ്ഞു ഏത് എന്നതിന് കൈ തന്നെ വെക്കണം. അത് ഏത് കാലത്ത് നമ്മളൊക്കെ മൂലേറ്റികളാവുമ്പോ വായക്കാട്ട് പേരോട് ഉസ്താദ് ഖണ്ഡനം നടത്തുമ്പോ അദ്രൈമൻ സലഫിക്കും മുജാഹിദീങ്ങൾക്കും പേരോട് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കേനിത്. പക്ഷെ ഇന്ന് എന്ത് ചെയ്തു? മുജാഹിദിൽ കുറച്ച് ആൾക്കാർ ഇത് പഠിച്ചു. അങ്ങനെ പഴയ മടവൂര് മുജാഹിദ് പറഞ്ഞു ഏത് എന്നതിന് കൈ എന്ന അർത്ഥം വെക്കാൻ പാടില്ല. അപ്പൊ ഫൈസൽ മൗലവി ഏത് എന്നില്ലേ എന്ന് ചോദിച്ചില്ലേ? ഉണ്ട്. അപ്പൊ CP ഉമർ സുല്ലമി പറയാ ഏത് എന്നുള്ളതിന് ആരെ എന്നോട് കൈ എന്നർത്ഥം വെക്കാൻ പറഞ്ഞേ? എന്തുകൊണ്ട്? അതിന്റെ കാരണം ഫൈസൽ മൗലവിക്കും അതുപോലെ സകല മുജാഹിദുകൾക്കും CP ഉമർ സുല്ലമി പഠിപ്പിച്ചു കൊടുക്കാൻ. വെറുതെ പഠിപ്പിച്ചു കൊടുക്കല്ല, വായക്കാട്ടുന്ന പേരോട് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തത് പടിഞ്ഞതാ. എന്നിട്ട് ശബാബ് 2009 ഒക്ടോബർ 23 മുജാഹിദ് പറയാണ് CP ഉമർ സുല്ലമി പരിഭാഷയുടെ ന്യൂനത. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം അറബി ഭാഷയിലാണ്. അറബി ഭാഷയിലെ ആശയങ്ങൾ സമ്പൂർണ്ണമായി ഉൾക്കൊണ്ട വിവർത്തനം നമ്മുടെ മലയാള ഭാഷയിൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പരിഭാഷയില്ലാതെ ഖുർആനിലും സുന്നത്തിലും വന്ന സിഫത്തുകൾ അംഗീകരിക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പൊ അത് അങ്ങനെ വിശ്വസിക്കലാണ്. അതിന് കൈ എന്ന് അർത്ഥം വെക്കാൻ പാടില്ല എന്നാണ്. ഇനി കൈ എന്ന അർത്ഥം വെച്ചുള്ള കുഴപ്പമെന്താന്നോ? അതും ഉമർ സുല്ലമി പറഞ്ഞിരുന്നുണ്ട്. യദ് എന്ന അറബി പദത്തിന് 25ഓളം അർത്ഥങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുടെ വിവരണമായ ഫത്ഹുൽ ബാരിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. മലയാളം പറയുമ്പോൾ അതിൽ ഏത് അർത്ഥമാണ് നാം പറയുക? കൈ എന്ന് സാധാരണ പറയുന്ന അർത്ഥം പറഞ്ഞാൽ അതൊരു അവയവമായി മനസ്സിലാക്കുന്നു. ഇത് അള്ളാഹുവിന് ഒരിക്കലും ഭൂഷണമല്ലാത്തതുമാണ്. ആര് പറഞ്ഞു കൊടുക്കാണ്? അപ്പുറത്തെ മുജാഹിദ് ഇപ്പുറത്തെ മുജാഹിദിന്. എന്താ പറഞ്ഞു കൊടുക്കണേ? വായക്കാട്ടുന്ന മുജാഹിദുകൾക്ക് മൊത്തം പേരോട് ഉസ്താദ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത്. ഏത് എന്നതിന് ഫത്ഹുൽ ബാരിയിൽ 25 അർത്ഥമുണ്ട്. അതിനിപ്പോ ഒരർത്ഥാണ് ഈ മലയാളത്തിലെ കൈ. അപ്പൊ അത് പറയാൻ പാടില്ല. അപ്പൊ പറഞ്ഞ എന്താ കുഴപ്പം? ബാക്കി 24 അർത്ഥം അതിനുണ്ടായിക്കൂടെ? ബാക്കി 24 അർത്ഥങ്ങളിൽ ഏതെങ്കിലും അതിനുണ്ടായിക്കൂടെ? അപ്പൊ അത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്.